ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണത്തിന് പുത്തൻ കാൽവെപ്പായി SSLV-D3 വിക്ഷേപണം. ഇന്ത്യയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-08 ISRO വിജയകരമായി വിക്ഷേപിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ഉപഗ്രഹത്തെ വഹിക്കുന്നത് SSLV-D3 റോക്കറ്റാണ്. ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SSLV-യുടെ മൂന്നാമത്തെ പരീക്ഷണമാണ് ഇതിലൂടെ വിജയകരമായത്. മൈക്രോ, മിനി, നാനോ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ശേഷിയും ഇതിലൂടെ തെളിയിക്കപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ദുരന്ത നിരീക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങി പ്രകൃതിയിലെ മാറ്റങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഉപഗ്രഹം പങ്കുവയ്ക്കും. ദൗത്യ കാലാവധി 1 വർഷമാണ്. ചെന്നൈ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പാണ് സ്പേസ് റിക്ഷ എന്ന വിശേഷണമുള്ള SR0 ചെറു ഉപഗ്രഹം നിർമ്മിച്ചത്. SSLV-D1, D2, D3 എന്നിവയുടെ വിജയം ബഹിരാകാശത്ത് പുതിയ വഴികൾ തേടാനുള്ള ISROയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായി ഇസ്രോ ചെയർമാൻ സോംനാഥ് പറഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് വിക്ഷേപണ വാഹനത്തിന്റെ സാങ്കേതിക വിദ്യ ISRO ശാസ്ത്രജ്ഞരുടെ സംഘം വികസിപ്പിച്ചെടുത്തതെന്നും അദ്ദേഹം അറിയിച്ചു. Third development flight of SSLV-D3 with the EOS-08 satellite has been successfully accomplished. The rocket has placed the spacecraft in the very precise orbit as planned. I find that there are no deviations in the injection conditions. The final orbit, of course, will be known after tracking, but the current indication is that everything is perfect. The EOS-08 satellite as well as SR0 satellite also has been injected after the maneuvers. And congratulations to the SSLV-D3 team, the project team. With this third development flight of SSLV, we can declare the development process of SSLV is completed. And congratulations now. ചെറു ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം കുറഞ്ഞ ചെലവിൽ നിർവഹിക്കാൻ SSLV-യിലൂടെ സാധിക്കും. 500 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ വഹിക്കാൻ സാധിക്കുന്ന റോക്കറ്റാണ് SSLV-D3. ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ്, ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, റിഫ്ലക്ടോമെട്രി, SIG UV ഡോസിമീറ്റർ എന്നിവയാണ് പേലോഡുകൾ.